ഹായ്, ഞാൻ BJ, ഡിജിറ്റൽ സ്ട്രാറ്റജിസ്റ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കച്ചവടം എങ്ങനെ വിജയിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന സാധ്യത ഉപയോഗിച്ച് മറ്റൊരു ഏജൻസിയെ ഒന്നും സപ്പോർട്ടിന് എടുക്കാതെ സ്വന്തം പ്രയത്നത്തിൽ തന്നെ അല്ലെങ്കിൽ നിലവിലുള്ള ടീമിനെ കൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ചെറിയൊരു ടൈം സ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ പ്രോഡക്റ്റിനെ ഒരു നാഷണൽ ബ്രാൻഡാക്കി മാറ്റാൻ സാധിക്കും. എന്താ, വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? വളരെ എളുപ്പമാണ്. നിങ്ങൾ ചെയ്യുന്ന ബേബി സ്റ്റെപ്പ് ഓരോ ദിവസവും നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങളുടെ വർക്കിൽ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യുക. ഡിജിറ്റൽ ബ്രാൻഡ് ആക്കാൻ നിങ്ങളുടെ ടീം ആ ദിവസം എഫേർട്ട് ഇട്ട് അത് ചിലപ്പം വാട്സപ്പിൽ ഇടുന്ന ഒരു ചെറിയ സ്റ്റാറ്റസ് ആയിരിക്കാം. അപ്പം അതിനാദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒന്ന് പ്രോപ്പറായി ഹാൻഡിൽ ചെയ്യുക. അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എന്താ, നിങ്ങൾക്കൊരു ഡെഡിക്കേറ്റഡ് നമ്പർ വേണം ബ്രാൻഡ് ചെയ്യാൻ. അതേപോലെ തന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അതായത് വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, പിൻട്രസ്റ്റ്, യൂട്യൂബ് ഇത്രയും പ്ലാറ്റ്ഫോമുകൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ബ്രാൻഡ് ഒന്ന് രജിസ്റ്റർ ചെയ്യുക. അത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ട് ഡെയിലി അപ്ഡേറ്റുകൾ അതിൽ ഇടുക. എന്നിട്ട് നിങ്ങളുടെ ലോഗോ ഒന്ന് ഓക്കെ ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഓക്കെ അല്ല എങ്കിൽ അതൊന്ന് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുകയും ഇതിനെ റെഗുലറായിട്ട് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുക. ഈ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ആര് കാണുന്ന കണ്ടന്റ് ആണ് പ്രൊമോട്ട് ചെയ്യുക. ഒരിക്കലും പ്രൊമോഷനുകളിൽ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ പരസ്യം ഇൻക്ലൂഡ് ചെയ്യരുത്. ആരെങ്കിലും ഇഷ്ടപ്പെടുമോ ഇന്നത്തെ കാലത്ത് മറ്റൊരാളുടെ പരസ്യം കണ്ടുകൊണ്ടിരിക്കാൻ? ഒരിക്കലും ഇല്ല. അദ്ദേഹത്തിന് ആരെങ്കിലും ഇഷ്ടപ്പെടുവോ മറ്റൊരാളുടെ പരസ്യം കണ്ടുകൊണ്ടിരിക്കാൻ? ഒരിക്കലുമില്ല. അവിടെ എന്ത് ചെയ്യണം? ഈ വീഡിയോകൾ മറ്റുള്ളവർക്ക് യൂസർ ഫ്രണ്ട്ലി ആയി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് ചെറിയ ചെറിയ വാർത്തകൾ ചെയ്യാം. അതിന്റെ അടിയിൽ നിങ്ങൾക്ക് ടാഗിൽ നിങ്ങളുടെ ബ്രാൻഡിങ് ഉപയോഗിക്കാം. മാക്സിമം ബ്രാൻഡിങ്ങിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കുക, കാലഘട്ടത്തിനൊത്ത് ഓടിയാൽ മാത്രമേ നിങ്ങൾക്കൊരു ബിസിനസ് നിങ്ങളുടെ ഒരു ഹൈ ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കും. അടുത്തത്, നിങ്ങൾ ലീഡ്സ് ജനറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എക്സാക്ട് ലീഡാണോ കിട്ടുന്നതെന്ന്. ഇപ്പം എനിക്ക് പിടിക്കേണ്ടത് തിമിംഗലമാണ്, പക്ഷേ ഞാൻ നെത്തോലി പിടിക്കാനുള്ള വലയം കൊണ്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പം അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ആവശ്യത്തിന് അനുസൃതമായ ക്യാമ്പയിനുകൾ ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം അത് സ്റ്റെപ്പ് ബൈ, ഇന്ന് സോഷ്യൽ മീഡിയ ഒരുപാട് വീഡിയോകളുണ്ട്. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് അത് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു മെത്തേഡ് ചെയ്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിലും നല്ല മെത്തേഡുകൾ ചെയ്ത് നിങ്ങളുടെ ബിസിനസ് ലോകമെമ്പാടും അറിയപ്പെടുന്ന തരത്തിലാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു. ബൈ. സൈനിങ് ഓഫ് VJ.